ഹായ്, ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് 25, 200, 25, 100, 25,000 എന്നീ റേഞ്ചുകളാണ് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ടുള്ളത്. മേജറായിട്ടുള്ള 26, 25, 200 ആണ്. 25,000 വന്നാൽ പോരാ, കുറച്ചുകൂടെ താഴേക്ക് വേണമെങ്കിലും വരാം. മാർക്കറ്റ് 24,950, 24,820 ഇങ്ങനെയുള്ള റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് വരേണ്ടതായിട്ടുള്ള റീബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം, ഒരു സ്ട്രക്ചർ ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 27 എന്നുള്ള നല്ല റെസിസ്റ്റൻസ് ബ്രേക്കിന് മുകളിൽ നിൽക്കുന്ന മാർക്കറ്റിനെ ഞാൻ താഴേക്ക് വിളിച്ച് പറയുന്നു എന്നാണ് ചോദിച്ചത്. ഇതുപോലെ ഞാൻ താഴേക്ക് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടല്ലേ, സെപ്റ്റംബർ 26 കഴിഞ്ഞ വർഷം പറഞ്ഞു. 26 തലേദിവസം രാത്രി 10 മണി പറഞ്ഞു. പിറ്റേന്ന് മാർക്കറ്റ് ബെയറിഷ് ആണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 22,000, 24,000, 22,000 പിന്നെ വേണമെങ്കിൽ 19,000 വരെയും പോകാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ടെലഗ്രാമിൽ കിടപ്പുണ്ട് എൻ്റെ വോയിസ്. അതാണ് നമ്മൾ ഇന്നലെ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം കണ്ട കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് കാൽക്കുലേറ്ററിൻ്റെ ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് 16.50 നമ്മൾ വരച്ചിരിക്കുന്ന വര അവിടെ വന്നിട്ട് കണ്ട മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഒന്ന് കയറി പുട്ട് ഓപ്ഷൻ കയറി കോൾ ഓപ്ഷൻ താഴെ പോകുന്നു. ഇപ്പോൾ ഇത്രയുണ്ട്. ഇതെല്ലാം ഒരു എന്താണ്, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് പറയും പോലെ എല്ലാം ഒരു കണക്കാണ്. 27,000 കോൾ ഓപ്ഷൻ കഴിക്കുന്നത് താഴെ വന്നിട്ട് മുകളിൽ പോയി താഴേക്ക് വന്നണ്ട. ഇത് പ്രീമിയം ഇങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ആവണം. ഈ പ്രീമിയം ഒക്കെ അഡ്ജസ്റ്റ് ആയിട്ട് 0 ആവണ്ടേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പോകും. മാർക്കറ്റ് എങ്ങോട്ടാണോ കാണിക്കുന്നത് അങ്ങോട്ട് പോകും. അല്ല, നേരത്തെ പറഞ്ഞാൽ നമുക്ക് താഴോട്ട് വരുന്നതാണ്. പക്ഷേ ഇന്നലെ നമ്മൾ മുകളിലോട്ട് തന്നെ രാവിലെ എടുത്തു. ഇന്നലെ 3 ട്രേഡ് കിട്ടിയ 2 ട്രേഡ് എടുത്ത് നിർത്തിയപ്പോൾ വീണ്ടും 2 ട്രേഡ് കിട്ടി അല്ലേ. ഓപ്ഷനാണ്. നമുക്ക് ഫ്യൂച്ചർ ആണെങ്കിൽ വെച്ചോണ്ടിരിക്കാം, സ്റ്റോക്ക് ആണെങ്കിലും വെച്ചോണ്ടിരിക്കാം. പക്ഷേ ഇത് മാർക്കറ്റ് ഒന്ന് കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോകുമ്പോൾ അവിടെ ടൈം ഡിക്ക്, തീറ്റ അല്ലേ, തീറ്റ വാല്യൂ എഫക്റ്റ് മാർക്കറ്റ് പ്രൈസും താഴെ വരും. പിന്നെ സമയത്തിൻ്റെ വില നമ്മൾ കൊടുക്കും. അപ്പോൾ അത് നമ്മളെ പ്രോഫിറ്റ് നിന്ന് കുറയും. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ ഇറങ്ങും. അടുത്ത എൻട്രി, അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടെടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് നമ്മൾ എല്ലാ പ്രാവശ്യവും എടുക്കുന്നത് ഒന്നേ അലൈനൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പ്രോഫിറ്റ് എടുത്തെടുത്താണ് മാറുന്നത്. അപ്പോൾ നമ്മൾ ആ സമയം ടൈം ഡേക്ക് നമുക്ക് അവിടെ തീറ്റ വാല്യൂ എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ മൊമെന്റത്തിലുള്ള എൻട്രികൾ മാത്രമാണ് എടുക്കുക. 22,000, 25, 200 എന്തായാലും ഇന്നലത്തെ റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാകും. ഓക്കെ, ഇതിപ്പോൾ റെസിസ്റ്റൻസ് ആണ്. എത്ര ആളൊന്നും വേണ്ട, പതുക്കെ മതി. ഓക്കെ, നമ്മൾ 2 ഏരിയ അകത്താണ്. പക്ഷേ മാർക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ 1 മിനിറ്റ് 3 മിനിറ്റിലൊക്കെ വരച്ചിട്ടുണ്ടാവും. ട്രെൻഡിലൊക്കെ വരച്ചിട്ടുണ്ടാവും അല്ലേ. ഇതിൻ്റെ കോപ്പിയൊക്കെ എടുത്തിട്ട് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു സ്ട്രക്ചറാണ്, അത് വേറെ കാര്യം. ബട്ട് എല്ലാ രീതികളും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ആ ഒരു സ്ട്രാറ്റജി വഴി മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു ടൈപ്പിലാണ് പോകുന്നതെങ്കിൽ ആ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ലോജിക്ക് മാത്രം നമ്മൾ കണക്കാക്കുക. ഏത് മാർക്കറ്റ് പ്രൊഫൈൽ ആയിക്കോട്ടെ, ഓർഡർ ബ്ലോക്ക് ആയിക്കോട്ടെ, SMC ആയിക്കോട്ടെ, ITC ആയിക്കോട്ടെ, എന്ത് പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, 1 മിനിറ്റ് ആയിക്കോട്ടെ, 3 മിനിറ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളെല്ലാം അറിഞ്ഞിരിക്കുക. നമുക്കൊരു ബിസിനസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു ബിസിനസിൻ്റെ 90% നമ്മളെ കൺട്രോളായിരിക്കും അല്ലേ. എന്നാലും നമ്മൾ ട്രേഡിങ്ങിലും പറയാം, ബിസിനസ് ഈ ഒരു ഷെയർ മാർക്കറ്റിൽ പോകുമ്പോൾ 90%, 99% നമ്മൾ കൺട്രോളല്ല. അത് മാർക്കറ്റിൻ്റെ കൺട്രോളല്ല. നമുക്കിൽ 1% കൂടി പേര് 10% മാത്രമേ അതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റുക? നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ പൊസിഷൻ സൈസ്, നമ്മുടെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കൺട്രോൾ ചെയ്യൂ. മനസ്സിലായി? നമ്മളിലൊന്നും ഇല്ല അതിനകത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള തത്വങ്ങൾ മാത്രമേ, ആ സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ. ആ എല്ലാ സ്ട്രാറ്റജി എല്ലായിടത്തും കൊണ്ട് വർക്കാവില്ല. മനസ്സിലായി? മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത് ആ വഴിക്ക് നമ്മൾ അതിൻ്റെ പുറകെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പോയാൽ ബെറ്റർ. അതിന് മുമ്പേ പോകാൻ പറ്റിയ, മനസ്സിലാക്കാൻ പറ്റിയ അതിനും ബെറ്റർ. അതിന് പുറകെയെങ്കിലും പോകാൻ പറ്റാത്തവരാണ് ഫെയിൽ ആവുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകേണ്ടത്? നോക്കിയും പദ്ധതി ചെയ്താൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഇങ്ങനെ കാശ് മൊത്തം പോവുകയും ചെയ്യും, ആത്മഹത്യ ചെയ്യേണ്ടി വരും, കുടുംബം കൊഞ്ഞാട്ടാവും, ഭാര്യ മക്കളും എല്ലാം കൊഞ്ഞാട്ടാവും. അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അനുഭവിക്കുക തന്നെ വേണം അല്ലേ. ആരും പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. മാർക്കറ്റാണ് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സ്കാൽപ്പിങ്ങിനുള്ള സ്കോപ്പ് അവിടെ ഇല്ല, അതിനുള്ള സ്പേസ് അവിടെ വേണ്ടേ. ഒന്ന് കരുതിയിരിക്കണം. ഇത് നേരെ മുകളിലത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഒറ്റയടി താഴെ വന്നേക്കാം. അവിടെ ഓർഡർ ബ്ലോക്ക് ചെറിയ SPG ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് വെറുതെ അങ്ങനെ ഇരിക്കുക, നോക്കിയിരിക്കുക. അങ്ങനെ ഇങ്ങനെയുള്ള സാധനം, നല്ല കിടു സാധനം അല്ലേ വരും. നമ്മൾ ആ എല്ലാ ലൈൻ തട്ടിട്ട് 25, 100 വന്നിട്ട് ഫസ്റ്റ് ടാർഗറ്റാണ്. ബട്ട് ഇന്നലെ ഇങ്ങനെ നിന്നുകൊണ്ട് ഒറ്റയടിക്ക് വേണം താഴെ വരാം. നിങ്ങൾ ട്രൈലസിൽ വെച്ചിരുന്നോ? അതായത് ഇന്നലെയൊക്കെ സ്ട്രഗിൾ മാർക്കറ്റ് രാവിലെ മുകളിലോട്ട് പോയി താഴെ ഇറങ്ങാൻ ശ്രമിച്ചു, നടന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഇറങ്ങിയതിൻ്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് കയറി പോകുന്നുള്ള ഇതില്ല. കാരണം മാർക്കറ്റ് ഒറ്റയടിക്ക് താഴേക്ക് വരാനുള്ള സ്കോപ്പാണ് എൻ്റെ ഒരു ഇതിൽ ഇൻഡിവിജ്വൽ കാണുന്നത്. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഇപ്പോൾ തന്നെ കിട്ടിക്കണം. ഇറങ്ങേണ്ട റേഞ്ച്. പക്ഷേ മാർക്കറ്റ് തിരിച്ച് മുകളിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കയറുന്നു തോന്നുന്നില്ല. തിരിച്ച് ഫുള്ള് താഴെ ഇറങ്ങിയിട്ടേ കയറുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ ഒരു ഇൻഡ്യൂഷനായിട്ട് തോന്നുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും, സിമ്പിളാണ്. നിങ്ങളൊരു ഡ്രൈവിംഗ് ചെയ്യില്ലേ, ഒരു കാർ ഓടിക്കാൻ എന്ത് പാടാണെന്നറിയാമോ? എന്തുമാത്രം അനലൈസ് ചെയ്താലാണ് ആ ദൂരം
ടൈം എല്ലാം കറക്റ്റായി കിട്ടിയാലല്ലേ നിങ്ങൾക്കത് ഓടിച്ചു പോകാൻ പറ്റുള്ളൂ. നിങ്ങളൊരു വളവ് ചെല്ലുമ്പോൾ ഇത്ര ഡിഗ്രിയിൽ സ്റ്റിയറിംഗ് വളയ്ക്കണം. നിങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ട് ആ വളവിൻ്റെ ആംഗിൾ നോക്കി നമ്മുടെ വളവ് വളച്ചു പോകുന്നത് അല്ലല്ലോ. ഇല്ലേ, ഇത് അങ്ങോട്ട് തിരിക്കണം, ഇങ്ങോട്ട് തിരിക്കണം, ബ്രേക്ക് ഓട്ടണം, ക്ലച്ച് ഓട്ടണം, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അത്രയും പാടൊന്നും ഈ മാർക്കറ്റിൽ ഇല്ല. അപ്പോൾ നിങ്ങളും ഫ്രഷ് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെ, മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബേസിക്കിന്ന് കയറി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അച്ചടക്കവും സമാധാനവും ക്ഷമയോടൊക്കെ ഇരിക്കാൻ പഠിക്കും. നിങ്ങൾ പലയിടത്തും പോയി യൂട്യൂബും പല സാധനങ്ങളും പോയി പഠിച്ചിട്ട് വരുമ്പോൾ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ അതിനകത്ത് കിടക്കുകയാണ്, നിങ്ങളുടെ മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഹീലിംഗ് ചെയ്തല്ലേ, ഹീലിംഗും മെഡിറ്റേഷനും അതൊക്കെ ചെയ്തിട്ട് പഠിക്കുമെന്ന് പറയേണ്ട കാര്യം അതാ. അതുകൊണ്ടാണ് ഹീലിംഗ് ചെയ്യുന്നത്. നമ്മൾ അകത്തുള്ള സാധനങ്ങൾ കളയണം. നേരത്തെ പഠിച്ചതും പണ്ടറായി നഷ്ടം വന്നതും കടം ആൾക്കാർ വാങ്ങിച്ച് തിരിച്ചു തരാത്തതും നമ്മുടെ വേറൊരാളുടെ ദേഷ്യവും അല്ലെ, വേറൊരാളോട് പറയാത്ത ഇഷ്ടം, ഒരാളോട് ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല, മനസ്സിൽ കൊണ്ട് കിടക്കുകയാണ്, അത് മനസ്സിൽ ടെൻഷൻ അടിച്ച് കിടക്കുകയാണ്, ഡിപ്രഷൻ ആവുകയാണ്. അപ്പോൾ അത് നമ്മളടുത്ത് പറയണോ പറഞ്ഞ് തീർക്കണം. ഇല്ലെങ്കിൽ പറഞ്ഞ് തീർത്തില്ല എങ്കിൽ നമ്മൾ അതിനെ ഹീൽ ചെയ്ത് കളയണം.